നമസ്കാരം, ഗപ്പി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് നമ്മുടെ ഗീവ് അവേ നൈസായിട്ടൊന്ന് പാളിപ്പോയിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ സംഭവം എന്താണെന്ന് വെച്ചാൽ DD അക്വാറ്റിക്സ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു കമൻറ്റ് കണ്ടിട്ട്. അദ്ദേഹത്തിനാണ് നമുക്ക് ഗീവ് അവേ സമ്മാനം അടിച്ചത്. പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് അദ്ദേഹത്തിന് എനിക്ക് കിട്ടുന്നില്ല. ഫോണിൽ വിളിച്ചപ്പോൾ ഏതോ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെയാണ് ആ നമ്പറിൽ കോള് പോയത്. ഏതോ ഹിന്ദിയൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു. പിന്നെ അല്ലാതൊക്കെ മെസ്സേജ് അയക്കാനൊക്കെ നോക്കി, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഗീവ് അവേ നമ്മൾ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അത് കൊടുത്തല്ലേ പറ്റുള്ളൂ. ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആരും ഇതുവരെ നമ്മളെ റെസ്പോണ്ട് ചെയ്തില്ല. അതുകൊണ്ട് നമ്മളത് ഒന്നുകൂടെ ഗീവ് അവേയുടെ ഒരു പുതിയൊരു വിന്നറിനെ നമ്മൾ ചൂസ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അതാരാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നിപ്പോൾ നമുക്ക് ഇട്ടിരിക്കുന്ന വിജയ് എന്ന് പറയുന്നത് ഡാർക്ക് വൈറ്റ് എന്നാണ് പേര് കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ട്, നമ്മളെന്തായാലും വിളിച്ച് നോക്കും. അതല്ല, ഈ വീഡിയോ കാണുന്ന ആളിൽ താങ്കളുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളെ വാട്സപ്പിലൊന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക കേട്ടോ. നമ്പർ എന്തായാലും ഇതിൻ്റെ താഴെ ഉണ്ടാവും. എന്തായാലും ഞങ്ങൾ വിളിക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്തായാലും വിളിച്ച കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എന്താണ് പ്രൈസ് എന്നുള്ളത് അറിയാലോ അല്ലേ. 50 ഗ്രാമിൻ്റെ RTMA ഫ്ലേക്സും 50 ഗ്രാമിൻ്റെ ബ്ലഡ് വൺ ഫ്ലേക്സും ആയിരുന്നു നമ്മൾ പ്രൈസായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കണക്റ്റ് ആയി കഴിഞ്ഞാൽ അഡ്രസ്സ് കിട്ടിയാൽ ഉടനെ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഫാമിലി അടുത്തൊരു വിശേഷം നമ്മൾ നമുക്ക് 2 മുയലന്മാരുണ്ട് കേട്ടോ. 2 മുയലുകുട്ടികൾ കിടപ്പുണ്ട്. ഇത് വൈറ്റ് ജയൻറ്റും സോവിയറ്റ് ചെഞ്ചിലൂടെ ക്രോസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ മേടിച്ചപ്പോഴേ. നമുക്കിതിൻ്റെ അത്ര അറിയില്ല എങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കുന്നതെന്നൊക്കെ. ഇത് നമ്മുടെ അനീച്ചാറുടെയാണ് ഈ സെക്ഷൻ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അവനാണ് ഇതെല്ലാം നോക്കുന്നത്. ഇത് നമ്മുടെ പണ്ടുണ്ടായിരുന്നൊരു കൂടാണ് കേട്ടോ. നേരത്തെ നമുക്കിവിടെ ഓൾറെഡി അവൈലബിൾ ആയിരുന്ന, നേരത്തെ ഇവന് എൻ്റെ അനിയന് ഇതിൻ്റെ ചെറുതായിട്ട് നമ്മുടെ നാടൻ മുയലുകളൊക്കെ വളർത്തുമായിരുന്നു. അപ്പോൾ നമ്മൾ താഴെ വെച്ചാണ് വളർത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പം ടെറസിലേക്ക് മാറ്റിയതാണ്. താഴെ വെച്ച് വളർത്തിയപ്പോൾ ഒരു ദിവസം പട്ടികളെല്ലാം കൂടെ വന്ന് എല്ലാത്തിനെയും കൊന്നു കളഞ്ഞു. കൂട്ടിനകത്ത് ഇറങ്ങി ഇന്ന് കൊന്നു കളഞ്ഞു രാത്രിയിൽ. അപ്പോൾ നമ്മൾ പിന്നെ പരിപാടി അങ്ങ് നിർത്തിയായിരുന്നു. എന്തായാലും ഇപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങി. ഈ കൂടിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ അതൊന്ന് ഉപയോഗപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇതിനകത്ത് ഒന്നുമില്ല, ഇതുപോലെ കൂടുണ്ട്. ഈ കൂടിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതായത് 2ആയിട്ട് നേരെ ഹാഫായിട്ട് പണ്ട് ചെയ്താണ്. ഇത്രയും സൈസൊന്നും വേണ്ടെന്നാണ് ഇപ്പം പറയുന്നത്. എനിക്കറിയില്ല, എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഇതിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് 2ആയിട്ട്. ഇതിനകത്ത് ഓരോന്നിനെയും ഈ 2 മുയലേ നമുക്കിപ്പോൾ ഉള്ളൂ. സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാണ്. മെയിലും ഫീമെയിലോട്ട് മാറ്റിയിട്ടേക്കാണ്. മെയിലാണോ ഫീമെയിലാണെന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉറപ്പായിട്ടില്ല. ഞങ്ങളിങ്ങനെ അതിൻ്റെ ഗവേഷണത്തിലാണ്. പിന്നെ നമ്മളെന്താ വെച്ചാൽ ഇതുപോലെ 1.5 ഇഞ്ചിൻ്റെ പൈപ്പ് മേടിച്ചിട്ട് ഇതുപോലത്തെ കമ്പി ഉപയോഗിച്ച്, നമ്മുടെ കുടക്കമ്പി എന്നൊക്കെ പറയത്തില്ലേ, ആ കമ്പി ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ ഇങ്ങനെ കിഴിച്ച് ഇതുപോലെ തൂണായിട്ട് നിർത്തിയേക്കുക കേട്ടോ. പിന്നെ നിങ്ങളെല്ലാം നോക്കുന്നുണ്ടോ ഇതെന്നാ ഐറ്റം? നമ്മൾ ടെറസിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേസ്റ്റ് ടെറസിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ഇങ്ങനൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് സംഭവമൊന്നുമില്ല, സൺപാക്ക് ഷീറ്റാണ് ഈ വെച്ചേക്കുന്നത്. ഇതുപോലെ നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, ഇലക്ട്രിക്കിൻ്റെ പൈപ്പ് കൊണ്ടൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സൺപാക്കിൻ്റെ ഷീറ്റ് ഇറക്കി സ്ലോപ്പ് കൊടുത്ത് ഇവിടെ ഒരു സൺപാക്ക് ഷീറ്റ് മടക്കി വെച്ചേക്കാണ്. അപ്പം ഇതിൻ്റെ വേസ്റ്റ് എല്ലാം നേരെ ഇതിലേക്ക് വന്ന് വീഴും. ഇവിടുന്നത് നമ്മൾ വാഷ് ചെയ്ത് നേരെ അവിടെ ഒരു ഓവുണ്ട്, അതിലേക്ക് നമ്മൾ വെള്ളം കടത്തി വിട്ട് നേരെ താഴേക്ക് കളയും. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പം നമുക്ക് ഇവിടെ വേസ്റ്റ് ഒന്നും വരത്തില്ല. ടെറസ് നല്ല വൃത്തിയായിട്ടിരിക്കും. ഇപ്പോൾ രാവിലെ ക്ലീനിങ് കഴിഞ്ഞാണ്. വലിയ വേസ്റ്റ് നമുക്കില്ല. നമ്മളിപ്പം എല്ലാം കഴുകി അങ്ങോട്ട് വിട്ടാണ്. കാരണം മുയലാണ് ശരിക്കും വേസ്റ്റ് തള്ളുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ടെറസ് ഭയങ്കരമായിട്ട് നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊരു ആരെങ്കിലും വളർത്താനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ DIY നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് സിലിക്കണൊക്കെ വെച്ച് ഒട്ടിച്ച് വിട്ടേക്കാണ് കേട്ടോ. ഇങ്ങനെ ഇതെല്ലാം അവൻ്റെ പരിപാടിയാണ്. ഇതുപോലെ ഇതാണ് നമ്മുടെ മുയലന്മാർ.
പിന്നെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ, ഈ മുയലിനെ വളർത്തി ശീലമുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം. അതായത് കണ്ടോ, ആ മുയലിൻ്റെ ഒരു ചെവി മാത്രം താന്ന് കിടപ്പുണ്ട്. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമുക്കൊന്ന് കമൻറ്റിലാണെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതെന്താണ് ചെയ്യേണ്ടതെന്നും എന്തെങ്കിലും അസുഖമാണോ കാര്യം. ഇപ്പോൾ ഇവനും ചെറുതായിട്ട് നേരത്തെ ഇല്ലായിരുന്നു, ഇപ്പം കണ്ട് ഇതിൻ്റെയും ചെവി താന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെപ്പറ്റി അത്ര അറിയില്ല, ജസ്റ്റ് ഒന്ന് പഠിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ 2 മാത്രം എടുത്തിട്ട്. നേരത്തെ ചെയ്യുമായിരുന്നെങ്കിലും നാടനൊക്കെ ആയിരുന്നുണ്ട്, നമ്മളത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇതിപ്പം ബ്രോയിലറാണ്, വൈജയൻ്റ് ആണെന്നാണ് പറഞ്ഞത്, ആണെന്നാണ് ഞങ്ങൾക്കും തോന്നുന്നത്. അപ്പം ഒന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുയിലൻകൂടിൻ്റെ പരിപാടി. ഇതെല്ലാം പൈപ്പ് വെച്ചിട്ടാണ്, 6 പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കമ്പി വെച്ച് കെട്ടി മേളിൽ നിർത്തിയേക്കാണ്. സിമ്പിൾ പരിപാടിയാണ്, നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. നമ്മുടെ മൊയിന നമ്മൾ വലിയൊരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റി. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. മാത്രമല്ല പുതിയൊരു മെത്തേഡ് ഉപയോഗിച്ച് മൊയിന കൾച്ചർ ചെയ്യുന്നൊരു പരിപാടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നമുക്ക് വരുന്ന ആഴ്ചകളിൽ പറയാം കേട്ടോ. ഇത് നമ്മൾ അടുത്ത ഗ്ലാസ് ഒട്ടിക്കാനൊക്കെ എടുത്ത് വെച്ചാൽ, പക്ഷേ അന്നേരം ഗ്ലാസ് വീണതാ നല്ലൊരു മുറിവൊക്കെ പറ്റിയിരിക്കുക, അത് കാരണം പണി നടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ വിശേഷങ്ങൾ. ഇത്രയാണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്വേറിയങ്ങളെല്ലാം ഇന്ന് ഒരു 10 ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞ ദിവസം ഇരുന്നപ്പോഴാണ് കൈയെല്ലാം മുറിഞ്ഞ് നല്ല പണിയൊക്കെ കിട്ടി. ഒരബദ്ധം പറ്റി, സാൻഡ് ചെയ്യാതെ ഞാനങ്ങ് ചെയ്തു അപ്പോഴത്തെ ഒരു ആവേശത്തിന്. പക്ഷേ സാൻഡ് ചെയ്തിട്ട് ഗ്ലാസ് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പണി കിട്ടും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗപ്പികളുടെ പരിപാലനമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാമിൻ്റെ ഒരു തുടക്കം മുതൽ നമ്മളിങ്ങനെ നിങ്ങളെ ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ കാണാനും നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ളത് ചൂസ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഇത് എപ്പോഴും വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മളിനി അടുത്തായിട്ട് ചെയ്യുന്നത് ഫുഡിൻ്റെ, ഞാൻ പറഞ്ഞിരുന്ന ഫുഡിൻ്റെയാണ്. അതിപ്പം കുറച്ച് ഇങ്ങനെ ഓരോ ഇതായി പോയി, അതുകൊണ്ട് നമുക്ക് വിശദമായിട്ട് എൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അത് മാത്രമല്ല നമ്മുടെ ഗീവ് അവേയുടെ റിസൾട്ടിൻ്റെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണമല്ലോ, ആരെങ്കിലും ഒരാളെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മുയലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ആ ഒരു നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഹെൽപ്പ് ചെയ്ത് തരിക, നമുക്കൊന്ന് പറഞ്ഞു തരിക. കാരണം ഞങ്ങൾക്ക് 1-2 പേരോടൊക്കെ ചോദിച്ചെങ്കിൽ അവർ അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ അതുവരെ നന്ദി, നമസ്കാരം.